എൻ്റെ സ്കില്ല് എങ്ങനെ എനിക്ക് സെയിൽ ചെയ്യാം, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാം. ദ ഫിനാൻസ് സ്കൂൾ കണ്ടക്ട് ചെയ്ത കീ ടു യുവർ സെൽഫ് എന്ന ഒരു സെഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. എന്നെ സംബന്ധിച്ച് അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഈ ലോകമെന്ന് പറയുന്നത്, ഈ ഒരു 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് സ്കില്ലുകളുടെ ഒരു ലോകമാണ്. നമ്മൾ എന്ത് പഠിക്കുന്നു, എത്ര കാശ് മുടക്കി നമ്മൾ ഏത് കോഴ്സ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ടും ഓരോരുത്തരുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന സ്കില്ലുകൾ അത് ഒരു അസറ്റായിട്ടും അതൊരു ഏർണിങ്സ് ആയിട്ടും ഒക്കെ മാറുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സെഷനിൽ നിന്ന് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്നിൽ അടങ്ങിയിരിക്കുന്ന എന്നെ മറിഞ്ഞു കിടക്കുന്ന സ്കില്ലുകൾ എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിന് ട്രെയിനറായിരിക്കുന്ന എൽദോ ജോർജ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കൂടെ ചേർത്തത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇന്ന് തന്നെ ലോകത്തിലുള്ള പലരെയും കാണുമ്പോൾ ടെക് കമ്പനി എടുത്ത് നോക്കിയാലും, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ആണെങ്കിലും, അതുപോലെ തന്നെ ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും സ്കില്ലുകൾ അവരുടെ സക്സസ്സിലേക്ക് മാറ്റിയെടുക്കുന്ന ആളുകളെയാണ് നാം കാണാറ്. ചിലപ്പോൾ അവർ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കാം, ചിലപ്പോൾ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ജീവിതത്തിൽ ഒരിടത്തും എത്താതെ അവർ പഠിച്ചതും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരിടത്തും എത്താതെ ഉണ്ടായിരുന്നവരായിരിക്കാം. എന്നാൽ ഇവരുടെ കീഴിലും അവരുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതുകൊണ്ട് തന്നെ അവർ ഡെവലപ്പായി അതിന് കീഴിൽ ജോലി ചെയ്യുന്ന അനേകം സയൻറ്റിസ്റ്റുകളാണെങ്കിലും വിദ്യാസമ്പന്നരാണെങ്കിലും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ്. സോ എനിക്ക് ഇന്ന് ഈ സെഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലായ കാര്യം തന്നെയാണ്, ഞാൻ ജയിക്കണമെങ്കിൽ, എനിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ എന്നിൽ മറിഞ്ഞു കിടക്കുന്ന സ്കില്ലുകൾ അത് ഡെവലപ്പ് ചെയ്യണം, അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അത് അനലൈസ് ചെയ്യണം. അതിലൂടെ ജീവിതത്തിൽ വിജയത്തിലെത്താൻ സാധിക്കും എന്നുള്ളത് ഇന്നത്തെ ഈ സെഷനിൽ എനിക്ക് മനസ്സിലായി. സോ ഇന്ന് ഈ സെഷൻ എടുത്തു തന്ന ദ ഫിനാൻസ് സ്കൂളിൻ്റെ ഫൗണ്ടർ ആയിരിക്കുന്ന എൽദോ ജോർജിനോടും അദ്ദേഹത്തിൻ്റെ ടീമിനോടും ഒക്കെയുള്ള വലിയ നന്ദി.